it's me Savita Charles from Puthurans. Cambricലുള്ള റണ്ണിങ് ഫാബ്രിക് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈസ്റ്ററിനും വിഷുവിനും ഒക്കെ നമുക്ക് വെയർ ചെയ്യാവുന്ന പോലത്തെ കളേഴ്സിലാണ് ഇത് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ 3 ഡിസൈൻ ആണ് ട്ടോ വന്നിട്ടുള്ളത്. ബേസ് കളറിനകത്ത് 3 ഡിസൈൻ ആണ്. അതിൻ്റെ തന്നെ 3 കളറാണ്. ഞാനത് ഓപ്പൺ ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഫാബ്രിക്കിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് 119 രൂപ, 44 ഇഞ്ച് വിഡ്ത്തിലാണ്. ഓഫ് വൈറ്റ് കളർ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു ഡാർക്ക് ആയിട്ടുള്ളൊരു ക്രീം കളർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ തന്നെയും നമുക്ക് ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. ക്യാമ്പ്രിക് ആണ് ഫാബ്രിക്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ നമ്മൾ കാണുന്നത് ഒരു സ്ട്രൈപ്പ് ഡിസൈനിലോട്ട് പോകുന്ന പോലത്തെ ഒരു ഡിസൈനാണ്. നമ്മൾ വെയർ ചെയ്യുമ്പോൾ ഇങ്ങനെ സ്ട്രൈപ്പ് പോലെ പോകുന്ന പോലത്തെ ഒരു ഡിസൈനാണ്. ഒരു ക്രീം കളറിനകത്തേക്ക് ബ്ലൂവും പേർപ്പിളും വളരെ ലൈറ്റായിട്ടുള്ളൊരു പേർപ്പിൾ കളറും കൂടിയാണ് ഇതിനകത്ത് പോകുന്നത്. നമുക്കിതൊന്ന് വെച്ച് നോക്കാം. ഇത് വരുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഇങ്ങനെയൊരു സ്ട്രൈപ്പ് പോലെ താഴോട്ട് പോകുന്ന പോലത്തെ ലൈൻസ് ആയിട്ടുള്ളൊരു പാറ്റേണിലാണ്. അതിനകത്ത് തന്നെ 2-3 ഡിസൈൻ പോകുന്നുണ്ട്. ഒരു ചെടിയുടെ തണ്ട് ഇങ്ങനെ പടർന്നു കയറുന്ന പോലത്തെ ഒരു ഡിസൈനാണ് ഒരു ഭാഗത്ത് പോകുന്നത്. പിന്നെ ഒരു ഭാഗത്ത് ചെറിയ ചെറിയ ഫ്ലവേഴ്സാണ്. ക്ലോസ് വ്യൂവിൽ കാണിക്കുമ്പോൾ എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആകും. ഈ ഒരു കളറിൽ ഈ ഒരു ഡിസൈൻ മാത്രമാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ബാക്കി 3 കളറും നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ ഒരു കളറിന് മാത്രം മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ളത് വന്നിട്ടില്ല. ബാക്കിയുള്ളത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് ക്രീം കളറിനകത്ത് തന്നെ ഒരു ഗ്രേഡ് ഒരു ടോണാണ് പ്രിൻ്റ് പോകുന്നത്. 3 ഡിഫറെൻറ്റ് പ്രിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ജാലി പോകുന്നുണ്ട്, അതുപോലെ ബൂട്ട പോകുന്നുണ്ട്, പിന്നെ നമ്മളിപ്പോൾ കണ്ട പോലത്തെ ഒരു ലൈൻസ് പോലത്തെ ഒരു ഡിസൈനും കൂടെ പോകുന്നുണ്ട്. ഇപ്പോൾ കാണുന്നത് ബൂട്ട പോലത്തെ പ്രിൻ്റാണ്. ക്രീം കളറിനകത്ത് ബൂട്ട പോലത്തെ ഇങ്ങനത്തെ ഒരു പ്രിൻ്റാണ് പോകുന്നത്. ഇത് 119 തന്നെയാണ് പ്രൈസ്. 44 ഇഞ്ച് വിഡ്ത്തിലാണ്. അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ചെയ്യണമെന്നുള്ളവർക്ക് ജാലി കൂടെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഞാനതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഡ്രസ്സിൻ്റെ സ്ലീവും ബോഡി പാർട്ടൊക്കെ ചെയ്തിട്ടുള്ളത് ജാലി പ്രിൻറ്റിലാണ്. ഫ്ലവേഴ്സും ലീവ്സും ഒക്കെ ആയിട്ടുള്ള ജാലിയാണ് ഇതിനകത്ത് പോകുന്നത്. ഒന്ന് വെച്ച് കാണിച്ചു തരാം. ക്രീം കളറിനകത്ത് ഒരു ഗ്രേഡ് ഒരു ടോണാണ് കേട്ടോ ഇത് പോകുന്നത്. വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ഈ ഒരു ഡിസൈൻ മാത്രമായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ പോകുന്നത്. നമുക്കിത് ഇങ്ങനെ ഫ്രോക്ക് മോഡലിലല്ലാണ്ട് സ്ലിറ്റഡ് പാറ്റേണിലുള്ള കുർത്തിയൊക്കെ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ കോട്ട് സെറ്റൊക്കെ ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. പിന്നെ വന്നിരിക്കുന്നത് ഈ കളറിൽ തന്നെ പിന്നെ വന്നിട്ടുള്ളത് നമ്മൾ ഫസ്റ്റ് കണ്ടിട്ടുള്ള ആ ഒരു ലൈൻ പാറ്റേൺ പോലത്തെ ഡിസൈനാണ്. അതിനകത്ത് തന്നെ ഇപ്പോൾ നമ്മൾ കാണുന്ന ഗ്രേ കളറിലുള്ള പ്രിൻ്റാണ് കേട്ടോ. വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. എല്ലാം ക്ലോസ് ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഞാൻ പറയുന്നത് ഡിസൈനൊക്കെ ക്ലിയർ ആകും. നമ്മൾ ഇന്നിപ്പോൾ കാണുന്നതെല്ലാം ക്യാമ്പ്രിക് ആണ്. 119 ആണ്, 119 രൂപയാണ്, 44 ഇഞ്ച് വിഡ്ത്തിലാണ്. നെക്സ്റ്റ് വൺ ഞാൻ പറഞ്ഞല്ലോ ക്രീമിനകത്ത് തന്നെ ബൂട്ട. ഇത് വന്നിട്ടുള്ളതൊരു യെല്ലോയിഷ് ആയിട്ടുള്ള കളറിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നമ്മളുടെ പ്രിൻ്റ് കയറുമ്പോൾ ഈ ബേസ് കളറിന് ചെറുതായിട്ട് പ്രിൻറ്റിനോട് മാച്ച് ചെയ്യാവുന്ന പോലത്തെ ഒരു കളറും കൂടെ അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ക്രീം തന്നെ ആയാലും ഇതിനകത്ത് യെല്ലോ കളറിലുള്ള പ്രിൻ്റ് കയറുമ്പോൾ ചെറിയ ലൈറ്റ് ആയിട്ടുള്ളൊരു യെല്ലോ ആണോ ഫാബ്രിക് എന്ന് നമുക്ക് തോന്നുന്ന പോലെ. യെല്ലോ എന്ന് പറയുമ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടാത്തൊരു യെല്ലോ അല്ല, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബേബി യെല്ലോ കളറിലേക്കാണ് ഇത് പോയിട്ടുള്ളത്. ബൂട്ടയാണ് നമ്മൾ ആദ്യം കണ്ട ആ സെയിം ബൂട്ട പ്രിൻ്റ് തന്നെയാണ് പോകുന്നത്. ഇങ്ങനെയാണിത് വെയർ ചെയ്യുമ്പോൾ വരുന്നത്. നമുക്ക് വിഷുവിനൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ചോയ്സാണ് ഈ ഒരു കളർ എന്ന് പറയുന്നത്. ഇതിൻ്റെ തന്നെ ജാലി നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ ആദ്യം കണ്ട കളറിലൊരു ജാലി കണ്ടില്ലേ, സെയിം ജാലി തന്നെ ഫ്ലവേഴ്സും ലീവ്സും ഒക്കെ ആയിട്ടുള്ള പ്രിൻ്റാണ്. ഞാനൊന്ന് വെച്ച് കാണിച്ചു തരാം. ഞാൻ പറയുന്നത് പോലെ തന്നെ നമുക്കിതൊരു വിഷുവിനൊക്കെ വെയർ ചെയ്യാവുന്നതാണ്. ഈ ഒരു പാറ്റേണിലാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. ഇതിൻ്റെ തന്നെ ആ ഒരു സ്ട്രൈപ്പ് പാറ്റേണിലുള്ള ഡിസൈനും കൂടെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. കാണിച്ചു തരാം. 3 കോമ്പിനേഷനിലാണ് വരുന്നത്. അപ്പോൾ ടോപ്പും ബോട്ടവുമായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡിസൈനർ കുർത്തിയൊക്കെ ചെയ്ത് നമുക്ക് വെയർ ചെയ്യാവുന്നതാണ്. ഞാനൊന്ന് വെച്ച് കാണിച്ചു തരാം കേട്ടോ. ഈ സ്ട്രൈപ്പ് പാറ്റേൺ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. അപ്പോൾ നമ്മൾ 2 കളറിൽ 3 ഡിസൈൻ കണ്ടു കഴിഞ്ഞു. ആദ്യം കണ്ട ഡിസൈൻ കളറിന് ഒരു ഡിസൈൻ മാത്രമായിരുന്നു അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം കളറാണ്. ഇതും നമുക്ക് വിഷുവിനൊക്കെ വെയർ ചെയ്യാവുന്ന പോലത്തെ ഒരു ഗ്രീൻ കളറിലോട്ടാണ് ഇത് വരുന്നത്. ബൂട്ടയാണ് ഫസ്റ്റ് വൺ നമ്മൾ കാണുന്നത്. ഭംഗിയുള്ള ഒരു പ്രിൻ്റ് തന്നെ, ബൂട്ടയാണെങ്കിലും കാണാൻ ഭംഗിയുള്ളൊരു പ്രിൻ്റ് തന്നെ. ഇങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ വെയർ ചെയ്യുമ്പോൾ വരുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ വരുന്നത് ജാലിയാണ്. ഗ്രീനിനകത്ത് തന്നെ ജാലി ടൈപ്പിലുള്ള പ്രിൻ്റാണ്. 3 ഓപ്ഷനാണ് ഈ ഒരു ഡിസൈനിൽ വന്നിട്ടുള്ളത്. ഇത് ഈ ഒരു ഡിസൈനാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഡ്രസ്സിൻ്റെ സ്ലീവ് ഒക്കെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സെൻറ്റർ പാർട്ടിൽ കൊടുത്തിരിക്കുന്നതാണ് ഒരു ലൈൻ പോകുന്ന പോലെ യോക്ക് പാർട്ടിൽ കൊടുത്തിട്ടുള്ളത്.
നമുക്കിതൊന്ന് വെച്ച് നോക്കാം. ഇങ്ങനെയാണ് ഇത് മാത്രമായിട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. ലാസ്റ്റ് വൺ ഞാൻ ഈ യോക്ക് പാർട്ടിൽ ചെയ്തിട്ടുള്ള ഒരു ലൈൻ പാറ്റേണിലുള്ള ഡ്രസ്സാണ്. നമുക്കിത് ബോട്ടത്തിനൊക്കെ ചെയ്യാം കേട്ടോ. ഈ ലൈൻസ് എടുത്തിട്ട് നമുക്ക് ലൈനിൻ്റെ പോലത്തെ പ്രിൻ്റ് കണ്ടത് നമുക്ക് ഇന്ന് കണ്ട ജാലിക്കും പൂട്ടയ്ക്കൊക്കെ ബോട്ടത്തിനായിട്ടും വെയർ ചെയ്യാവുന്നതാണ്. ഇത് മാത്രമായിട്ട് വെയർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പാറ്റേണിലാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. ഇന്ന് കണ്ടത് നമ്മൾ 3 മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് നമുക്ക് പറ്റാവുന്ന പോലത്തെ 3 പ്രിൻറ്റുകളാണ്. അതിൻ്റെ 3 കളറിലാണ്. എല്ലാം ക്യാമ്പ്രിക് ആണ് കേട്ടോ. 60s by 60s ആയിട്ടുള്ള ക്യാമ്പ്രിക് ഫാബ്രിക്കിലാണ്. 119 ആണ്. 44 ഇഞ്ച് വിഡ്ത്തിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. അതുപോലെ തന്നെ കളക്ഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പേജ് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.